ഹായ്, ഞാൻ ആകാശ്. ഞാൻ ഇന്ന് ഈ ഒരു പ്ലാന്റിന്റെ കാര്യമാണ് പറയുന്നത്. ഈ പ്ലാന്റ് ഇപ്പം കുറെ ആൾക്കാർക്കൊക്കെ അറിഞ്ഞു വരുന്നുണ്ട് ഈ പ്ലാന്റിനെ പറ്റിയിട്ട്. ഇതാണ് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പർപ്പിൾ ഷംറൂക്ക് പ്ലാന്റ്, ഓക്സാലിസ് ട്രയാങ്കുലാരിസ് എന്നൊക്കെയാണ് ഈ പ്ലാന്റിന്റെ പേര്. കോമൺ ആയിട്ട് പറയുന്നത് നമ്മൾ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നാണ് ഈ പ്ലാന്റിനെ പറയുന്നത്. ഇതിന്റെ കുറച്ച് കെയറും അതുപോലെ തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് എങ്ങനെ ഈസി ആയിട്ട് മറ്റ് പ്ലാന്റ്സ് ഒക്കെ പ്രൊപ്പഗേറ്റ് എടുക്കുന്ന പോലെ നമ്മൾ ഇതും എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കുന്നതെന്നൊക്കെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് ആദ്യം തന്നെ പറയേണ്ടത്, ഇത് നമ്മൾ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഏത് മണ്ണിലേക്കാണ് നമ്മൾ മാറ്റി വെക്കേണ്ടത്. ഇതിൻ്റെ ഒരു സ്റ്റെമ്മ് കാണുമ്പോഴറിയാൻ പറ്റും, വളരെ തിന്നായിട്ടുള്ള ഒരു സ്റ്റെമ്മാണ് ഇതിൻ്റെ സ്റ്റെമ്മ്. അത്രയ്ക്ക് കട്ടിയില്ല ഈ സ്റ്റെമ്മിന്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ അഴുകിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ നമ്മുടെ പോട്ടിംഗ് മിക്സ്ചറിൽ കോക്കോ പീറ്റിൻ്റെ അല്ലെങ്കിൽ ചകിരിച്ചോറിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കണം. ചകിരിച്ചോറിൻ്റെ അളവ് കുറയ്ക്കണം. പൂർണ്ണമായിട്ടും അതിനെ ഒഴിവാക്കിയാലും സാരമില്ല, അത് നമ്മൾ യൂസ് ചെയ്യാലും കൂടുതലാവാതിരിക്കുക. അങ്ങനെ കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പം അത്രയും കൂടെ വെള്ളം അതിൽ നിന്നിട്ട് കൂടുതലായിട്ട് നമ്മുടെ ഈ പ്ലാന്റ് നശിച്ചു പോകാനൊക്കെ സാധ്യത വരും. ഒരു പ്ലാന്റ് 2 വെറൈറ്റീസിൽ നമുക്ക് കിട്ടും. 2 അല്ല, കുറേ വെറൈറ്റീസ് ഓഫ് നമ്മുടെ ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒക്സാലിസ് കിട്ടും. ഇതിന്റെ ഗ്രീൻ ലീഫ് ഉള്ളതുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ലവ് ഷേപ്പിൽ ലീവ്സ് ഉള്ളതുണ്ട്. അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് ഓക്സാലിസ് ഉണ്ട്. നമ്മൾ എല്ലാത്തിനും ഈ ഒരു കെയർ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ പ്ലാന്റ്സ് വളർത്താം. നമ്മൾ ഇനി നോക്കാൻ പോകുന്നതിന്റെ വളം നമ്മൾ എപ്പോഴൊക്കെയാണ് ഇതിന് വളം ഇട്ട് കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ സൺലൈറ്റ് ഏതാണെന്ന് നോക്കാം. നമ്മൾ നട്ടുച്ച വെയിലത്ത് എന്ന് വെച്ചാൽ വളരെ 12 മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര വെയിലാണ്. ആ വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലീവ്സ് ഇങ്ങനെ ബേൺ ആവും. എന്താന്ന് വെച്ചാൽ ഇതിന്റെ ലീവ്സും കട്ടിയില്ലാത്ത ലീവ്സ് ആണ്, അതുകൊണ്ട് അങ്ങ് ബേൺ ആയി പോകും. പിന്നെ ഇതിന് നല്ല വെയിൽ കിട്ടിയെങ്കിൽ മാത്രമേ ഇതിൽ ഫ്ലവർ ആവത്തുള്ളൂ. നമ്മൾ ഫ്ലവർ വേണമെങ്കിൽ, നല്ല രീതിയിൽ ഫ്ലവർ വേണമെങ്കിൽ നമ്മൾ വെയിലത്ത് വെക്കണം, അല്ലെങ്കിൽ നല്ല ലീവ്സ് വേണമെങ്കിൽ നമ്മൾ വെയിലത്ത് വെക്കാതിരിക്കണം. നമ്മൾ ലോ ലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ വരും. ഇതിലൊക്കെ ഫ്ലവർ ഉണ്ട്. എപ്പോഴും ഒന്നും ഫ്ലവർ വരത്തില്ല, ചിലപ്പോഴൊക്കെ. ഒരു മാസത്തിൽ ഒരു 6-7 വട്ടമൊക്കെ ഫ്ലവർ ചെയ്യും. അങ്ങനെയൊക്കെ ഫ്ലവർ വരത്തുള്ളൂ. നമ്മുടെ കൂടുതലായിട്ട് സൺലൈറ്റ് ആയി കഴിഞ്ഞാൽ ലീഫിൽ ബേൺ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റിന്റെ മൊത്തം ഒരു ഭംഗി കുറയും. അങ്ങനെ വരാതിരിക്കാനായിട്ട് ലോ ലൈറ്റിൽ വെച്ചാൽ മതി. ലോ ലൈറ്റിൽ വെക്കുവാണെങ്കിൽ നമ്മുടെ ഫ്ലവറിങ് അല്പം കുറവായിരിക്കും, എന്നാലും നല്ല രീതിയിൽ ലീവ്സ് വരും. ഇതിന് ലീവ്സ് ആണ് ഭംഗി, ഫ്ലവറിനേക്കാളും ലീവ്സ് ആണ് ഭംഗി. പക്ഷെ ചിലർക്കൊക്കെ ഫ്ലവർ ആയിരിക്കും ഇഷ്ടം. ഫ്ലവർ ഇഷ്ടമുള്ളവരും ഞാൻ പറയുന്നത് ലോ ലൈറ്റിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ ആ പ്ലാന്റിന്റെ ലീവ്സ് അങ്ങ് ബേൺ ആയി പോയാൽ പിന്നെ അതിനൊരു ഭംഗി ഉണ്ടാകത്തില്ല. പിന്നെ ഇതാണെങ്കിൽ നമ്മുടെ ഹാങ്ങിങ് പോട്ടിലൊക്കെ നമ്മൾ തൂക്കിയിടുന്ന ചട്ടികളൊക്കെ ഇല്ലേ, അതുപോലെ നമ്മുടെ സാധാ ഹാങ്ങിങ് പ്ലാന്റ്സിനെ പോലെ ഹാങ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഈ ലീവ്സ് ഒക്കെ ഇങ്ങനെ താഴോട്ട് വീണ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഹാങ്ങിങ് പോട്ടിലും ഇരിക്കും. പിന്നെ ഹാങ് ചെയ്യുമ്പോൾ നല്ല ഷെയ്ഡ് കിട്ടും. ഷെയ്ഡ് കിട്ടുമ്പോൾ നല്ല രീതിയിൽ ഈ പ്ലാന്റ് വളരും. പിന്നെ ഇതിൻ്റെ പറയാനുള്ളത് ഇതിൻ്റെ പ്രൊപ്പഗേഷനാണ്. നമ്മൾ ഇത് പുതിയ തൈകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. ഇത് നമുക്ക് പല വിധത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതിപ്പം കൂടിക്കൂടി വരും. ഇതിൻ്റെ ഒരു കുറച്ചേ ഉള്ളൂ, ഇതൊരു കുഞ്ഞു പ്ലാന്റ് ആണ്. ഈ ചട്ടി മൊത്തം ഇതങ്ങ് ആവും, ഇങ്ങനെ സൈഡ് മൊത്തം ഈ ഒരു പ്ലാന്റ് ആവും. അതിൽ നിന്ന് ഒരു എത്ത് പൊട്ടിച്ച് വെച്ചാൽ നമുക്ക് ഈ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ മെച്യൂർ ആകാത്ത പ്ലാന്റ് ഒക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകും. നല്ല ഗ്രോത്ത് ഒക്കെ ആയിട്ട് നമ്മുടെ ചട്ടി ഫുള്ളും കവർ ആയിട്ട് നമ്മൾ ഒരു പ്ലാന്റ് ഒക്കെ അതിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് വെച്ച് കിളിപ്പിച്ചാൽ നല്ല രീതിയിൽ അത് വളരും. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വാട്ടർ പ്രൊപ്പഗേഷൻ. നമ്മൾ ഒരു ലീഫ്, ഇതിന്റെ ഒരു ലീഫ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലീഫ് മാത്രമല്ല, അടിയിൽ നിന്ന് ലീവ്സ് കട്ട് ചെയ്തിട്ട് നല്ല ഷാർപ്പായിട്ടുള്ള ഒരു നൈഫോ അല്ലെങ്കിൽ ഒരു കത്രിയോ ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ മുറിച്ചിട്ട്, നമ്മൾ റൂട്ടിംഗ് ഹോർമോൺ അങ്ങനെ ഒന്നും ഉപയോഗിക്കേണ്ട, വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 മാസമൊക്കെ കഴിയുമ്പോൾ അതിന് വേര് വരും. പക്ഷെ കുറച്ച് താമസമാണ്. സാധാ വാട്ടറിൽ വെക്കുമ്പോൾ പെട്ടെന്ന് വേര് വരും. പക്ഷെ ഇതങ്ങനല്ല, നമുക്ക് കൂടുതൽ ടൈം വേണം വേര് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേര് വന്നിട്ട് മാറ്റി നട്ടാൽ മതി, അത് പുതിയൊരു പ്ലാന്റ് ആയിട്ട് വരും. പിന്നെ ഈ പ്ലാന്റിനെ കുറിച്ച് പറയാനുള്ളത് ഇതിന്റെ വളമാണ്. നമ്മൾ വളം ഇടുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, കൂടുതലായിട്ട് അങ്ങനെ വളം ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിന് സ്റ്റെം ഒത്തിരി അങ്ങ് തിക്കല്ല, തിന്നാണ്.
അങ്ങനെ അത് ലീവ്സ് ഒക്കെ പന്നലായി പോകാനോ അല്ലെങ്കിൽ റോട്ടൊക്കെ വരാനോ അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റെമ്മ് നമ്മുടെ ചട്ടിയിലോട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പം ആ സ്റ്റെമ്മൊക്കെ ഡീക്കി ആയി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ചാണകവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ മാസത്തിലൊരിക്കലും അങ്ങനെയൊക്കെ ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ NPK വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. മാസത്തിലോ അല്ലെങ്കിൽ 6 മാസം കൂടി ഇരിക്കുമ്പോഴൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല രീതിയിൽ ഈ പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഗാർഡൻ റിലേറ്റഡ് വീഡിയോസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ